ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനല്. അപ്പൊ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തു ഇന്ന് നോമ്പെടുത്താലോന്ന്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ദുബായിലാണ്. അപ്പൊ നമ്മുടെ റൂംമേറ്റ്സ് ആണ് കേട്ടാ, നിത, റഹീൻ ഞാൻ വിളിക്കും, കാരണം റഹീനാസ് ഇതിൽ ടഫാണ്. അപ്പൊ നമ്മൾ നോമ്പെടുക്കാൻ തീരുമാനിച്ചു. ശരിക്കും കേട്ടോ, ഇവർ രണ്ടുപേരുണ്ട് നമ്മുടെ ടീമില്. രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുക്കും. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാണ്ട് മീൻസ് നമ്മള് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യും. ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ ഇഫ്താർ ടൈമിൽ അങ്ങനെ കഴിക്കും. അതാണ് കേട്ടോ പ്ലാൻ. അപ്പൊ രാവിലേക്ക് വേണ്ടിയിട്ട്, അതായത് പുലർച്ചെ ഫുഡ് കഴിക്കണല്ലോ. എപ്പം മുതലാണ് ഫുഡ് കഴിക്കാൻ പാടാത്തത്? 5 മണിക്ക് ശേഷം, ബാങ്ക് കൊടുത്തതിന് ശേഷം. ബാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഓട്സ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്താഴത്തിനുള്ള ഫുഡാണ്. അത്താഴത്തിനുള്ള ഫുഡാണ് ഇത്. അപ്പൊ ഇത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും കഴിക്കില്ല. ഓക്കെ, അപ്പൊ ഇനി രാത്രി കാണാം. ഹായ് ഗൈസ്, ടൈം ഇപ്പോൾ 4:38. ഞങ്ങൾ നീറ്റു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കിടക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ അത്താഴം കഴിഞ്ഞ് ഇനി വെള്ളം കുടിച്ചിട്ട് കിടക്കും കേട്ടോ. നോമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4 മണിയൊക്കെ ആവാറായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വരാമെന്ന്, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഉച്ചത്തെ ഫുഡ് വന്നത് ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ റൂമിൽ കിടക്കുന്നുണ്ട്, കാരണം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വിശപ്പ് കുറവല്ല അറിയാം. ആൾ കിടക്കണു. ചേച്ചി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണേ. ഒരാളിത് അവിടെ ഉറങ്ങിയാടാ നീ? ഇല്ലില്ല, ഉറങ്ങിയിട്ടില്ല. വിശക്കുണ്ടാടാ? ഒട്ടും വിശക്കില്ല. നല്ല നാരങ്ങ സോഡ ഉപ്പിട്ടിട്ട് നല്ല മുളകൊക്കെ ഇട്ടിട്ട് തന്നാലോ? നിനക്ക് വിശക്കുണ്ടാ? ചേച്ചിക്ക് പിന്നെ കുഴപ്പമില്ല. ചേച്ചിക്ക് ചേച്ചിയുടെ ഡ്യൂട്ടി ടൈം ആയ കാരണം നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ വിഷമം അറിയിച്ചു കൊള്ളുന്നു. സാരല്ലേ, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. നല്ല ലുക്കായിട്ടല്ലോ ചേച്ചിയെ. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേറെ മാസ്റ്റർ പ്ലാൻ ഉണ്ട് കേട്ടാ. എന്താന്ന് വെച്ചാൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കണ്ട ലുക്കൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതായത് നമ്മുടെ താഴെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇവിടെ കുഴിമന്തി സാധാരണ 2 ദിവസങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ബോക്സ് ആയിട്ട് പോണ് കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഓടിപ്പോയി വാങ്ങിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കണത്. ഇങ്ങനെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഫുഡ് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇതുപോലെ മന്തിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സുഖമായില്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് നോമ്പറക്കുമ്പോൾ യൂസ് ചെയ്യാം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇനി കിട്ടുമോ എന്ന് അറിയില്ല കേട്ടോ. സാധാരണ 2 ദിവസം മുന്നേ ഞങ്ങൾ പോയപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഇന്നും കൂടി പോയി നോക്കാം. കിട്ടി പോയാൽ പോയി. ഞങ്ങള് ഇവിടെ നിലത്തിപ്പോ വന്നത് ഭാഗ്യം, കാരണം തിരക്ക് നോക്കാം. അവിടെ തിരക്ക് നോക്കി കൊടുത്തു തുടങ്ങാത്തല്ലപ്പോ തന്നെ തിരക്ക്. ഈശോയെ, അവള് ബാക്കിൽ വരുന്നോളൂടെ. അയ്യോ നല്ല വെയില്. നമുക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓടണേ. കിട്ടി തുടങ്ങിയിട്ടില്ല. അവിടെ വരിക്ക് നിൽക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ. മിഷൻ സക്സസ് നമുക്ക് കിട്ടി. എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്ക് കിട്ടിയിട്ടാ. ഇനി നമ്മളത് കഴിക്കും ടൈം ആകുമ്പോട്ടെ, വാങ്ങ കൊടുത്ത് കഴിയുമ്പോ. പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷം ഇത് കിട്ടിയപ്പോ. ആണപ്പോ ബോക്സിലുള്ളത് കേട്ടാ. ഇത്രയും നല്ല ആൾക്കാർ നോക്കിയേ, എത്ര ആൾക്കാർക്ക് കൊടുക്കണേന്ന് അറിയാമെങ്കിൽ നമ്മളിത് അടച്ചു വെച്ചിട്ട് നമ്മുടെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് പോയി വാങ്ങിക്കണേ. നമുക്ക് ബോക്സ് കിട്ടി. അങ്ങനെ ലാസ്റ്റ് നമ്മളിനി വാട്ടർ മെലൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി വാങ്ങിച്ചിട്ട് വരാം. ട്യൂഷനിലാണ് എങ്ങനെയാണ് തണ്ണിമത്തൻ നല്ലതാണെന്ന് അറിയാന്നുള്ളത്. ഞങ്ങൾ കൊട്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. വലിയ പിടുത്തൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് എടുത്തോ കണ്ണടച്ചിട്ട്. കുലുക്കി നോക്കൊന്നും ചെയ്യല്ലേട്ടാ നീ. വെള്ളരിയുടെ ലുക്ക് ഉണ്ടല്ലോ അതിന്. കുറച്ച് മതി, കാരണം നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് മതിയല്ലോ. ഓക്കെ, നമ്മൾ ഫൈനൽ ഫിക്സ് ആക്കിയിരിക്കുന്നു. നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് മറ്റേ തണ്ണിമത്തന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മുടെ ജില്ല് തണ്ണിമത്തൻ മുറിച്ചോണ്ടിരിക്കുകയാണ്. ന്യൂ വ്ളോഗർ. ഇതിങ്ങനെയാണ്
കേട്ടോ അറിയേണ്ടത്. ഇനിയിപ്പോ ആരും ഇനി ആരും ഇങ്ങനെ അനുകരിക്കരുത്. ഇത്രയും നന്നായിട്ട് ആരും അരിഞ്ഞ് കണ്ടിട്ടല്ലേ അന്ന്. അടുത്തതായിട്ട് ഇവിടെ അരിയുന്നതായിരിക്കും. ആരാണ് ഏറ്റവും നന്നായിട്ട് അറിയണേന്ന് ഇനിയിപ്പോ കാണും. എന്തായാലും ഇനി അടുത്ത് വിടാൻ അറിയാൻ പോണത്. തണ്ണിമത്ത ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇനി നമ്മളത് ഇളക്കിയിട്ട്, ഇതിന്റെ ഉച്ചത്തെ ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് അത്ര വലിയ വിഭവ സമൃദ്ധമായിട്ടുള്ള ഇഫ്താറൊന്നല്ല, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെയാണ്. നമ്മൾ സാധനമൊക്കെ കപ്പിലാക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കാൻ പോവാണ് ഇനി. മൊഹബത്ത് സർബത്താണ് ഗൈസ്. മൊഹബത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് മൊഹബത്തും കൂടി ഇട്ടിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ നമ്മുടെ കുടിക്കാനുള്ള സാധനം സെറ്റാക്കി. അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കണേ. വാങ്ങ് കൊടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 6:37 വാങ്ങ് കൊടുക്കുക ഗൈസ്. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ട് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കഴിക്കാനുള്ള ഇതിലാണ് കേട്ടോ. മിനിറ്റ് കൂടെ ഉള്ളു ഇനി വാങ്ങ് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കും. നമ്മൾ ഡേറ്റ്സാ കഴിക്കണേന്നാണ് ഇവര് പറയാ. എല്ലാരും മധുരം കഴിച്ചിട്ട് നമ്മൾ തുടങ്ങാം, സോറി അവസാനിപ്പിക്കാം. എന്നാടാ കഴിഞ്ഞേ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പത്തെ എക്സ്പീരിയൻസ്. ഞാൻ ലാസ്റ്റ് ഇയർ എടുത്തിട്ടുണ്ടായിരുന്നു, പ്രാവശ്യം എടുത്തു. അപ്പൊ ഞങ്ങള് നോമ്പൊക്കെ തുറന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഈദ് മുബാറക്.